ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റ് എക്സാം കഴിഞ്ഞു. കുറച്ചധികം നാളുകളായിട്ടുള്ള നമ്മളുടെ അധ്വാനം, പരിശ്രമം, ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലേ, ഇതെല്ലാം ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ കേറ്ററ്റ് എക്സാം കഴിഞ്ഞു. ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു എക്സാം എഴുതാൻ സാധിച്ചു എന്ന് ഒരുപാട് കുട്ടികൾ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ കുറച്ചു പേരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചതുപോലെ എഴുതാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ OMR എൻ്റർ ചെയ്തത് തെറ്റിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളും ഒരുപാട് പേരുണ്ട്. ഇതിനിടയിലും ഉണ്ട് കുറച്ച് പേര് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയില്ല മിസ്സേ എന്ന് പറയുന്ന കൂട്ടുകാരും ഉണ്ട്. നിങ്ങളിതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി മുന്നോട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആദ്യം തന്നെ കേറ്ററ്റ് എക്സാം അത്യാവശ്യം നന്നായി എഴുതി, അല്ലെങ്കിൽ ഇപ്രാവശ്യം കേറ്ററ്റ് ക്ലിയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനോട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മൾ കേറ്ററ്റ് എഴുതിയത്? തീർച്ചയായിട്ടും നമുക്ക് LPSA UPSA പോലുള്ള അധ്യാപക പരീക്ഷയിലേക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ കേറ്ററ്റ് പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പാസ്സാവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, LPSA UPSA 2022 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത്. 2025 ഇപ്പോൾ ഈ ഒരു വർഷം അടുത്ത റാങ്ക് ലിസ്റ്റ് വരികയാണ്. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം, അതായത് 2022 റാങ്ക് ലിസ്റ്റ് വന്നു, 23 ഡിസംബറോട് കൂടി അടുത്ത വിജ്ഞാപനം വന്നു. അതായത് 1.5 വർഷത്തിനുള്ളിൽ അടുത്ത വിജ്ഞാപനം വരികയാണ്. കാരണം പ്രൊസീജിയേഴ്സ് ഉള്ളൊരു എക്സാമാണ് അധ്യാപക പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2025 പുതിയ ലിസ്റ്റ് നിലവിൽ വരാൻ പോവുകയാണ്. 2026 കൂടി നമുക്ക് എന്ത് വരും? LP UP വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. തീർച്ചയായിട്ടും LPSA UPSA നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം തന്നെയാണിത്. കാരണം കേറ്ററ്റ് ഒരു മത്സര പരീക്ഷയായിരുന്നില്ല, ഒരു ക്വാളിഫയിങ് എക്സാം ആയിരുന്നു, അല്ലേ? അതേസമയം LPSA UPSA എന്ന് പറയുന്ന ഒരു മത്സര പരീക്ഷയാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മാർക്കിന് പ്രാധാന്യമുള്ളത് തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ 0.33 മാർക്കിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ LP UP പരീക്ഷയ്ക്കായിട്ട് നേരത്തെ തയ്യാറെടുക്കണം. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങിയോ അത്രയും ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ LPSA UPSA എന്ന സ്വപ്നം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ ഒരു മിനിറ്റ് പോലും കളയാതെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി LP UP കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ വാക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഉദ്യോഗാർത്ഥികളെ LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുക, അല്ലെങ്കിൽ തയ്യാറെടുപ്പിച്ചു എന്നൊരു അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ ടീം നിൽക്കുന്നത്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ LPSA UPSA പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തവർ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, അല്ലേ? അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട്, ഇപ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചില്ല എന്ന് വിഷമിക്കുന്ന കൂട്ടുകാരോട് ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാത്തതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്, നമ്മുടെ സാഹചര്യങ്ങളുടെ കുഴപ്പമാവാം, ശരിയല്ലേ? അപ്പൊ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 2026 വിജ്ഞാപനം വരുന്നതിന് മുൻപായിട്ട് നമുക്ക് മുന്നിൽ എത്ര കേറ്ററ്റ് ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റിസൾട്ട് വരുന്നത് ഉൾപ്പെടെ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാവാൻ പോകുന്ന 2 കേറ്ററ്റും കൂടിയാണ് ഇനി. ജൂണിൽ നടക്കുന്ന കേറ്ററ്റും അതുപോലെ ജനുവരിയിൽ നടക്കുന്ന കേറ്ററ്റും. അതിനുശേഷം വരുന്ന കേറ്ററ്റിന്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് 2 കേറ്ററ്റാണ് ഇനി അങ്ങോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേറ്ററ്റ് നേടിയെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേറ്ററ്റ് ഇല്ലാതെ നമുക്ക് ഒന്നിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേറ്ററ്റ് എഴുതിയെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേറ്ററ്റ് നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊരു അനാലിസിസ് നടത്താം. എനിക്ക് ഉറപ്പുണ്ട് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലും നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കേറ്ററ്റ് കിട്ടുമായിരുന്നു എന്ന് പറയുന്ന കുറച്ചു പേരെങ്കിലും കാണും, ഇല്ലേ? അയ്യോ, ഞങ്ങൾക്ക് തന്നെ ഒരുപാട് കോള് വരുന്നുണ്ട്. ബൂസ്റ്ററിൽ ജോയിൻ ചെയ്ത കുട്ടികൾ, മിസ് നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അത് തന്നെയാണ് നിങ്ങളിൽ പലരുടെയും അവസ്ഥ, അല്ലെ? അപ്പൊ കേറ്ററ്റ് എന്ന് പറയുന്നത് എല്ലാവരും പറയും ഭയങ്കര എളുപ്പമുള്ള പരീക്ഷയല്ലേ, അതിപ്പം ആ സമയത്തൊന്നും പഠിച്ചാൽ പോരെ, നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ എല്ലാം അഭിപ്രായങ്ങൾ വരാറുണ്ട്. പക്ഷെ ഒരു പരീക്ഷയിലെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിന്റെ ഈസിനെസ്സും തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ലെവലാണ്, അല്ലെ? നമ്മൾ എവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ പഠനം കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ കേറ്ററ്റിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ട് വേണം. പെഡഗോജിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കെഫോൾഡിങ് വേണ്ടേ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേറ്ററ്റ് പോലൊരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഓർപ്പിക്കുക, LPSA UPSA പരീക്ഷയ്ക്ക്
ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ കേറ്ററ്റിൽ സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ LPSA UPSA പരീക്ഷയ്ക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ നേരത്തെ കേറ്റിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി ഒരു ചാൻസിൽ നമുക്ക് ഒന്നുകൊണ്ടും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഓക്കെ, സോ കേറ്ററ്റ് എക്സാം തീർച്ചയായിട്ടും ഇനി അടുത്ത കേറ്ററ്റ് എക്സാം എപ്പോഴായിരിക്കും നമുക്കറിയാം, മാർച്ച് എൻഡോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം പോകണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ മാർച്ച് എൻഡോടുകൂടി അടുത്ത വിജ്ഞാപനം വരും. മാർച്ചിന് ഇനി എത്ര സമയമുണ്ട് നമ്മുടെ മുന്നിൽ? കൂടിപ്പോയാൽ 2 മാസം അല്ലെ? 2 മാസത്തിനുള്ളിൽ വിജ്ഞാപനം വന്നാൽ മെയ്യിൽ പരീക്ഷ നടക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ അധികം ദിവസങ്ങളില്ല. നിങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ കഴിഞ്ഞ പ്രാവശ്യം കേറ്ററ്റ് നഷ്ടപ്പെട്ടത്, ആ കാരണങ്ങൾ ഇപ്രാവശ്യം ആവർത്തിക്കരുത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം നാളെ ഉണ്ടാവണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ? എപ്പോഴും നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താ? നോട്ടിഫിക്കേഷൻ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാരുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴോ എക്സാം ഡേറ്റ് വരട്ടെ. ഒന്നിൻ്റെ പേരിലും പഠനം മാറ്റി വെക്കരുത്. കാരണം നമ്മൾ പിന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ആവണം എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കാരണവശാലും ഇപ്രാവശ്യം കേട്ടിട്ട് കിട്ടില്ല എന്നൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ വിഷമിച്ച് നിൽക്കുകയല്ല വേണ്ടത്, മുന്നോട്ട് വരികയാണ് വേണ്ടത്. നിങ്ങൾക്ക് മുന്നിൽ ഇനി 2 കേറ്റിട്ടുണ്ട്. അതിൽ 2 കേറ്റിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ കേറ്റിട്ട് നമുക്ക് ഡു ഓർ ഡൈ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടിട്ട്, കേട്ടോ? ഒരു ടെൻഷനും വേണ്ട. സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് ഒന്നും നേടാനില്ല. പക്ഷെ മുന്നോട്ട് വരുന്നവർക്കാണ് ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ളത്. കേട്ടിട്ട് ഇതുവരെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തെ ഗ്യാപ്പില്ല, എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേട്ടിട്ട് പഠിക്കാനുള്ള സ്റ്റഡി സ്ട്രാറ്റജിയാണ് വേണ്ടത്. അത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഇനി എക്സാമിന് അധികം ദിവസങ്ങൾ ഇല്ല. എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ദിവസങ്ങളൊക്കെ തീർന്നു പോകും. സോ കേറ്ററ്റ് എക്സാമിന് നിങ്ങൾക്ക് പുതിയ ബാച്ചിൽ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ടെൻഷനും വേണ്ട. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള വിഷയം ആയിക്കോട്ടെ, അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബേസോട് കൂടി അത് ഇനി അങ്ങോട്ടുള്ള ഏതൊരു പരീക്ഷയ്ക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന കോഴ്സാണ് നമ്മുടെ കേറ്ററ്റ് കോഴ്സ്. ഒരു ടെൻഷനും വേണ്ട. നിങ്ങളെ 0-ൽ നിന്നും ഹീറോ ആക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കേറ്ററ്റ് കോഴ്സ്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം വരുത്തിയ ഒരു തെറ്റുകളും നമുക്ക് ഇപ്രാവശ്യം വരുത്തണ്ട അല്ലേ? പഠിച്ചു തുടങ്ങാം, ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. അടുത്ത കേറ്ററ്റ് എനിക്ക് വേണം എന്ന് ഉറച്ച തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പാകത്തിന് നന്നായിട്ടൊന്ന് എഴുതി വെക്കുക. അടുത്ത കേറ്ററ്റ് എനിക്ക് വേണം, ഞാൻ നേടിയേ എടുക്കൂ അല്ലേ? ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. തീരുമാനം മാത്രം എടുത്താൽ പറ്റില്ലല്ലോ, അതിന് വേണ്ട ആക്ഷൻ പ്ലാനും കൂടി നമ്മൾ ചെയ്യണം. സോ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കേറ്ററ്റ് കോഴ്സുകളെ കുറിച്ച് അറിയാനും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ കേറ്ററ്റ് LPUP മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് PSC എക്സാംസ് വരുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ എന്തുണ്ട്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട സമയമാണ്. ഒരുപാട് എക്സാംസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉണ്ട്, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. 10th പ്രിലിംസും അതുപോലെ തന്നെ ഇനിയും എക്സാംസ് വരാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി LGS പോലുള്ള ഒരുപാട് എക്സാംസ് ഇനിയും വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് റെഡി ആയിരിക്കേണ്ട സമയമാണ്. ഷാർപ്പൻ യുവർ സ്കിൽസ്, കീപ്പ് ഓൺ സ്റ്റഡിയിങ്. പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ എല്ലായിടത്തും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ഒരാളായി ഒരു സപ്പോർട്ടോടു കൂടി തന്നെ മുന്നോട്ടുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റാണ് ഏറ്റവും മികച്ച റിസൾട്ടിനായി. ഇങ്ങു പോന്നോളാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നേടാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ LPUP, കേറ്ററ്റ്, HSA, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ LPUP ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ആശാ മിസ്സിൻ്റെ ഒരു ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 25-ാം തീയതി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LPUP എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായ അപ്ഡേറ്റോട് കൂടി വരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളുടെ കോഴ്സുകളെ കുറിച്ചും വെബിനാറിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.